ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആഷി സൈസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ ഇങ്ങനെ പറങ്ങാണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറങ്ങാണ്ടി പറക്കുവാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും ആണെങ്കിൽ എൻ്റെ ചുറ്റിനും വന്ന് നിൽക്കുവാണ്. എന്നെ സഹായിക്കാനൊന്നും അല്ല, ഞാൻ പറക്കിയിടുന്ന പറങ്ങാണ്ടിയെല്ലാം കൊണ്ടുപോയി എവിടെയെങ്കിലും കടിച്ചു പറിച്ചിടും. അത് ഞാൻ അവരുടെ പുറകെ പോയി ഓടിയിട്ട് അതൊക്കെ തിരിച്ചെടുത്തോണ്ട് വരണം. ഗായ്സ്, ഞാൻ എഴുന്നേറ്റ പടുതി തന്നെ ഓടി വന്ന് ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറക്കുവാണ്. കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെ ഇവിടെ ഉത്സവം വരുവാണ്. എനിക്ക് പോക്കറ്റ് മണി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറക്കിയിട്ട് ഞാൻ വിൽക്കും. എന്നിട്ട് ഞാൻ പോക്കറ്റ് മണി വെച്ച് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങും. ഗായ്സ്, ഈ വേസ്റ്റ് കത്തിച്ചിടുന്നത് കണ്ടോ? അതിനകത്ത് മൊത്തം പറങ്ങാണ്ടി വീഴുന്നത്. എനിക്കൊന്നും വഴി ഇറങ്ങാം. ഓ ഗായ്സ്, എൻ്റെ എന്ത് കഷ്ടപ്പാട് നിങ്ങൾ കണ്ടില്ലയോ ഗായ്സ്? ഈ വേസ്റ്റിനകത്ത് ഞാൻ ഇറങ്ങി എടുക്കുന്നത്. ഗായ്സ്, എനിക്കില്ല ഈ പറങ്ങാണ്ടിയുടെ ആ പഴം ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോകും. അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കത്തിക വെച്ചിട്ട് എടുക്കുന്നത്. ഗായ്സ്, ഇവിടെ രണ്ട് വലിയ പട്ടിക്കുട്ടികൾ നിൽക്കുന്നില്ലായിരുന്നോ? അവരുടെ അമ്മയാണ് ഈ നിൽക്കുന്ന പപ്പി. ഇവർ നിൽക്കുന്നത് എൻ്റെ പറങ്ങാണ്ടിയെല്ലാം എടുത്തോണ്ട് പോവാനാ. പപ്പി എടുക്കരുത്, പപ്പി നോ, പപ്പി നോ. ഗായ്സ്, എനിക്ക് കുറേ പറങ്ങാണ്ടി എങ്ങനെ കിട്ടി? ഇനിയും പറക്കണം. ഇവിടെ കുറേ പറങ്ങാണ്ടി ഉണ്ട്. ഞങ്ങളുടെ ഒരു കലത്തിനകത്ത് ഇങ്ങനെ കൂട്ടി വെക്കും. പിന്നെ ഈ റൗണ്ടും കൂടിയുള്ള പറങ്ങാണ്ടി ഞങ്ങൾ വിൽക്കത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ചുട്ടിരുന്നു. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഗായ്സ്? എനിക്ക് ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് താമസിച്ചാണ് എഴുന്നേറ്റത്. ഇപ്പോഴും ഉറക്കം വരുന്നുണ്ട്. രാത്രി താമസിച്ചിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് എഴുന്നേക്കാൻ. ഗായ്സ്, എനിക്ക് പരീക്ഷ വരുവാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ടൊന്നുമല്ല താമസിച്ചത് ഉറങ്ങാൻ. ഞങ്ങൾ ഇന്നലെ രാത്രിയിലോ ഗാനമേള കാണാൻ പോയായിരുന്നു. രാത്രി 1 മണിക്കാവുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. മലനട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ദുര്യോധന ക്ഷേത്രം മലനട. ഗാനമേളയൊക്കെ ഉള്ള ദിവസം ഞങ്ങൾ താമസിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അല്ലാത്ത ദിവസമൊക്കെ ചുമ്മാ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഐസ്ക്രീമും കഴിച്ച് അമ്മയെ കൊണ്ട് കുറേ സാധനങ്ങൾ മേടിക്കും. പിന്നെ ഞങ്ങളില്ല മെയിനായിട്ട് പോകുന്നതില്ലോ, അവിടെ ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മേളിൽ പോയി നിന്നിട്ട് താഴോട്ട് നോക്കിയാൽ നല്ല വയലൊക്കെ കാണും. ഞങ്ങൾ ഇന്നും പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇടാം, എല്ലാവരും കാണണം. അപ്പോൾ ബൈ ബൈ.